അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നപ്പറമ്പിലാണ്. ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്കൊക്കെ വല്ലാത്തൊരു ഭയം തോന്നും, ചിലർക്ക് അറപ്പ് തോന്നും. പക്ഷേ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. കാസിൽമാൻ ഡിസീസ് എന്ന മാരകമായ അസുഖം ബാധിച്ച ആലുവ കടുങ്ങല്ലൂർ മുപ്പത്തടത്തെ സീന എന്ന് പറയുന്ന സഹോദരിയുടെ അവസ്ഥയാണത്. വേദന സഹിക്കാൻ കഴിയാതെ ചലവും ചോരയും പുഴുവുമായിട്ട് ഓരോ ദിവസവും തള്ളി നിൽക്കുന്ന ഈ സഹോദരിക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ് വരുന്നത്. അതിനാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കുടുംബത്തെയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണം. ഈ വീഡിയോ മാക്സിമം നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും സഹായിക്കണം. നല്ല വേദനയുണ്ട്. പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് പുഴു വന്നുണ്ട്, നിറയെ പുഴുണ്ട്. പിന്നെ കിടക്കാൻ പറ്റണില്ല. മോക്കടെ അവസ്ഥ കാല് മുഴ വന്ന് അത് പൊട്ടണ്, അത് പുഴു വന്ന് പുഴു നല്ലോണം പുഴു വന്നു, ചലവും ചോര പുഴു അടിച്ചു വാരിക്കാണ് പുഴു തോണ്ടനെ കുളിപ്പിക്കുമ്പോ അത്രയും പുഴുവുണ്ട്. സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ കണ്ടുകൊണ്ട് സഹിക്കാൻ അതിനെ ഇച്ചിരി വിഷം മേടിച്ചു കൊടുക്കാനാണ് കൊച്ചു പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാൻ? തന്തയും കൂടി അതിന്റെ തന്തയില്ല, അതിനെ കല്യാണം കഴിച്ചിട്ടില്ല, അതിനാരുമില്ല. ഞാൻ ഈ തൊഴിലുറപ്പിലൊക്കെ പോയാണ് അതിനെ കൊണ്ടൊന്നാണ് ചെയ്യണത്. മരുന്നൊക്കെ മേടിക്കാൻ എന്നെ കൊണ്ട് നിമർത്തി. രാത്രി ഉറക്കൊന്നുമില്ല, കറിയാണ്, ഉറക്കം നിൽക്കുകയാണ്, പേയിപ്പിച്ചും പറയാണ്, എണിച്ച് ഓടണുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാളുണ്ട്, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ രണ്ടാളും വിഷം മേടിച്ച് കഴിക്കാന്നുള്ളത് അങ്ങനെയുള്ളത് നിങ്ങൾ ചിന്തിക്കണ്ട. ഈ വീഡിയോ ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. കഴിയുന്ന ആളുകളൊക്കെ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പേടിക്കണ്ട, എല്ലാവരും സഹായിക്കും കേട്ടാ. അത്രയും ഇടങ്ങേറായിട്ടുണ്ട്. ഞങ്ങൾക്ക് കിടക്ക നിമർത്തിയില്ല. ഒരു അന്തി ഞങ്ങൾ കിടന്നിട്ടില്ല. മയങ്ങളും കൂടി അത്രയും വേദന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ബാക്കി ഞാൻ പറയാം കേട്ടാ. അസ്സലാമു അലൈക്കും. ഫിറോസ് കുന്നപ്പറമ്പിലാണ്. 6 വർഷമായത്രേ സീന എന്ന് പറയുന്ന സഹോദരിക്ക് ഈ അസുഖം തുടങ്ങിയിട്ട്. എങ്ങനെ ഈ 6 വർഷം ഈ വേദന സഹിച്ച് ജീവിച്ചു എന്നുള്ളതാ. ഇത് കാണുമ്പോൾ കാണുന്നവരുടെ മനസ്സ് തന്നെ മരിച്ചു. അത്രമാത്രം ദയനീയമായ ഒരു കാഴ്ച. കാലിന്റെ മുട്ടിന്റെ താഴ്ഭാഗമാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. മുട്ടിന്റെ താഴ്ഭാഗം, ആ ശരീരത്തിന്റെ മുഴകൾ വന്ന് അതിങ്ങനെ പൊട്ടി ഒലിച്ച് പുഴു വന്നിട്ട് രാവിലെ എഴുന്നേറ്റാൽ ആ പുഴു തന്നെ കിടക്കുന്നുണ്ടാവുന്നാ പറയണേ, പായലൊക്കെ പുഴു. എന്നിട്ട് ആ വെള്ളം, ഞാനിപ്പോ ഈ നിൽക്കുന്ന ഭാഗം, ആ റൂമിലൊക്കെ കാലിങ്ങനെ നിലത്തൊട്ടുക, പൊട്ടിപ്പിടിക്കുക നടക്കുമ്പോ. അപ്പൊ ഞാൻ ആ ഉമ്മാനോട് ചോദിച്ചോ പറയാ, നടന്നു നീങ്ങുന്ന ഭാഗങ്ങളിലൊക്കെ ആ ചലം ഇങ്ങനെ ഇറങ്ങിയിട്ട് അതിങ്ങനെ തുടച്ചു മാറ്റിയാലും അതവിടെ അങ്ങനെ കിടക്കുക. ഇത്രമാത്രം വേദന അനുഭവിക്കുന്ന ദയനീയതയുള്ള ഒരു കുടുംബത്തിന്റെ അവസ്ഥയാണ്. നിങ്ങളൊക്കെ സഹായിച്ചാല് ഈ സഹോദരിയുടെ കാലിന്റെ പ്രശ്നം മാറ്റാൻ സാധിക്കും. അതിന് നിങ്ങൾ എല്ലാവരുടെയും സഹായം വേണം. കാരണം വേറെ ആരുമില്ല. ഇവരുടെ വാപ്പ മരണപ്പെട്ടു, ഒരു ആങ്ങളെയാണുള്ളത്. അദ്ദേഹത്തിന്റെയും ഒരു സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ വീട്ടിലിരിക്കുകയാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, സഹായിക്കാൻ ആരുമില്ല. തൊഴിലുറപ്പ് പണിക്കും വീട്ടുപണിക്കൊക്കെ പോയിട്ട് കിട്ടുന്നതും കൊണ്ട് കുടുംബം കഴിഞ്ഞു പോകുന്ന ഈ കുടുംബത്തിന് നിങ്ങൾ മാത്രമേ ഉള്ളൂ സഹായിക്കാൻ. ഇവർക്ക് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉള്ള ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റിയുടെ ആളുകളൊക്കെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. എല്ലാവരും നിങ്ങളോട് സംസാരിക്കും. കഴിയുന്ന ആളുകളൊക്കെ സഹായിക്കണം. ഈ വീഡിയോ എങ്ങനെ നിങ്ങൾ സ്വീകരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് തന്നെ ഇത് കണ്ടപ്പോൾ വാക്കുകൾ പോലും പുറത്തു വരുന്നില്ല. അത്രമാത്രം ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഇങ്ങനത്തെ ഒരു വേദന പടച്ചവനെ ആർക്കും കൊടുക്കരുതേ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കും ദയനീയത. നമ്മൾ മന്ദരോഗികളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതല്ല. ഇത് വേറൊരു അസുഖമാണ്. ഇതിന് ചികിത്സയുണ്ട്. അമൃത ആശുപത്രിയിൽ ഇത് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പഴയതുപോലെ നമ്മളുടെയൊക്കെ കാല് പോലെ തന്നെ ഈ കാലിനെ മാറ്റിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വലിയൊരു സംഖ്യ ചെലവ് വരും. കഴിയുന്ന എല്ലാവരും ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്മിറ്റിക്കാർ പുറത്തു നിൽക്കുന്നുണ്ട്. അവരുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഞാൻ ഏലുക്കര തെക്കേപ്പള്ളി ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ജമാലാണ്. ഇത് നമ്മുടെ മഹലിൽപ്പെട്ട മുപ്പത്തടം ഭാഗത്ത് താമസിക്കുന്ന സീന എന്ന പെൺകുട്ടിയുടെ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതിദയനീയമായ അപൂർവ രോഗം ബാധിച്ച് ജീവിതത്തിന് വളരെ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടീനെ ചികിത്സിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ സാധാരണ രീതിയിലുള്ള ചികിത്സ ലഭ്യമല്ലാത്തതിനാൽ അമൃത ഹോസ്പിറ്റലിൽ ഈ കുട്ടിയെ ട്രീറ്റ്മെൻറ്റ് നടത്താമെന്ന് ഏറ്റിട്ടുണ്ട്. ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് 3 വർഷത്തോളം സമയം മിനിമം എടുക്കുകയും തുടർ ചികിത്സ എന്ന നിലക്ക് എല്ലാ ദിവസവും ബാൻഡേജും നിർബന്ധമായ ഒരു അവസ്ഥയാണുള്ളത്. ഈ ചികിത്സയ്ക്ക് വേണ്ടി
ഏറ്റവും കുറഞ്ഞത് 50 ലക്ഷം രൂപ വരും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഹോസ്പിറ്റലിൽ. കടുങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുരേഷ് മുട്ടത്തിൽ. ഏറ്റവും അർഹതപ്പെട്ട ഒരു സഹോദരിയാണ് നമ്മളോട് സഹായം അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായം ഈ സഹോദരിക്ക് നൽകിയാൽ ഈ സഹോദരിയുടെ ജീവൻ രക്ഷപ്പെടും. നമുക്കെല്ലാവർക്കും സഹായിക്കണമെന്ന് അപേക്ഷിക്കും. എൻ്റെ പേര് ശിവൻ. ഞാൻ ഈ 12ാം വാർഡിൻ്റെ മെമ്പറും ഈ ചികിത്സാ സഹായ നിധിയുടെ ചെയർമാനും കൂടിയാണ്. ഞാൻ കുട്ടിയെ, ഈ കുടുംബത്തെ ഇവരെ ഓർമ്മ വെച്ചതിൽ അറിയുന്നതാണ്. ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് ഞങ്ങളെ കഴിയുന്നത് ഞങ്ങൾ നോക്കണുണ്ട്. പക്ഷേ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ ഈ ചികിത്സ പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വലിയൊരു തുകയാണ് ആവശ്യം. നിങ്ങളെല്ലാവരും സഹകരിച്ച് ഈ കുട്ടിയുടെ അസുഖത്തിന് ഒരു ഭേദമാകുന്ന രീതിയിലുള്ള സഹായിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. കാസിൽമാൻ ഡിസീസ് എന്ന മാരകമായ അസുഖം ബാധിച്ച ഈ സഹോദരിക്ക് നിങ്ങളല്ലാതെ വേറെ ആരുമില്ല ഇവരെ സഹായിക്കാൻ. അത്രമാത്രം ദയനീയമാണ് ഈ കുടുംബത്തിന്റെ അവസ്ഥ. ഞാൻ ആ കാലം ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചിടാം. ഒന്നുകൂടി പൊക്കിക്കേ. ഇത് കണ്ടോ, അവര് നിൽക്കുന്നിടത്ത് മുഴുവൻ ഈച്ചകൾ ഇങ്ങനെ പൊതിയാണ്. ആ ശരീരം മുഴുവൻ, ഈ കാണുന്ന കാല് മുഴുവൻ മുഴകൾ വന്ന് അത് പൊട്ടിയൊലിച്ച് അതിൽ നിന്ന് ചലവും ചോരയും വന്ന് പുഴുക്കൾ വന്നിട്ട്, ആ ഉമ്മ പറഞ്ഞത് രാവിലെ എഴുന്നേൽക്കുമ്പോ കാലിന്റെ ചുറ്റും പുഴുക്കളാ. രാത്രി ഉറങ്ങാനും സാധിക്കില്ല. വേദന കൊണ്ട് ആ പൊളയുന്ന ഒരു മകളെ, അവര് നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയാത്ത ഒരവസ്ഥയാണ്. അത്രമാത്രം ദയനീയമാണ് ഇവരുടെ സ്ഥിതി. അതുകൊണ്ടാണ് ഇവിടത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ മഹല്ല് പ്രസിഡന്റും വാർഡ് മെമ്പറും ബ്ലോക്ക് മെമ്പറും എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റി ഇവരുടെ ഈ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന 4 സെന്റ് കോളനിയാണ് അല്ലേ? അത് 4 സെന്റ് കോളനിയാണ്. ആ കോളനിയിൽ താമസിക്കുന്ന ഈ ഒരു കുടുംബം തൊഴിലുറപ്പിന്റെ ജോലിക്ക് പോയിട്ടും വീട്ടുപണിക്ക് പോയിട്ടും കിട്ടുന്ന ആ ഒരു സംഖ്യ കൊണ്ട് ഈ ഉമ്മ ഈ മക്കളുടെ ഭക്ഷണത്തിന് പോലും വഴിയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ 50 ലക്ഷം രൂപയോളം ചെലവ് വരും. അതായത് അമൃത ഹോസ്പിറ്റലിൽ നിന്നും കൊടുത്ത എസ്റ്റിമേറ്റ് ആണ്. ഇത് ഒരു പ്രാവശ്യത്തെ സർജറിക്കുള്ള സംഖ്യയാണ്. 6 ലക്ഷം രൂപ ഒരു പ്രാവശ്യത്തെ. അങ്ങനെ 6 തവണ അല്ലെ? അങ്ങനെ 6 തവണ 3 വർഷത്തിന്റെ ഇടയിൽ ഏകദേശം 50 ലക്ഷം രൂപയാണ് ചെലവ് വരിക. കാരണം സർജറിക്ക് 6 ലക്ഷം രൂപയും ആ സർജറി കഴിഞ്ഞ കാല് ബാൻഡേഡ് ഇട്ട് അത് ആ 3 വർഷം വരെയും അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ടോട്ടലി 50 ലക്ഷം രൂപയോളം ഈ കുടുംബത്തിന് ചെലവ് വരുന്നുള്ളതാണ് ഈ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്. അതിന് നിങ്ങൾ എല്ലാവരും ഇവരെ സഹായിക്കണം. സീന, ഈ താത്താടെ പേരില്, സീനയുടെ പേരിൽ ഇവരുടെ അക്കൗണ്ട് നമ്പർ എടുക്കുന്നുണ്ട്, ഗൂഗിൾ പേ നമ്പർ വെക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളില്, സുഹൃത്തുക്കളുടെ ഗ്രൂപ്പുകളിൽ എല്ലാത്തിലേക്കും നിങ്ങൾ ഇതിട്ടിട്ട് മാക്സിമം എല്ലാവരും സഹായിക്കണമെന്നാണ് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം നമ്മുടെയൊക്കെ കാല് ഒന്ന് എരടിയാല് ചെറിയൊരു മുറിവ് വന്നാൽ തന്നെ നമുക്ക് സഹിക്കില്ല അല്ലെ? ആ വേദന സഹിക്കാൻ കഴിയാതെ നമ്മൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ആളുകളാണ്. പക്ഷെ 6 വർഷമായിട്ട് ഈ പൊട്ടിയൊലിച്ച് ചലവും ചോരയും പുഴുക്കളുമായ കാലുകൊണ്ട് വേദന സഹിക്കാൻ കഴിയാതെ ഈ വീടിനകത്ത് ഈ സഹോദരി ഇരിക്കുമ്പോൾ അതിനൊരു ആശ്വാസം കൊടുക്കാനെങ്കിലും ഞാനും നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കും. അതിനെല്ലാവരും മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവർ താമസിക്കുന്ന ആലുവയിലാണ്. ആലുവയില് കടുങ്ങല്ലൂർ പഞ്ചായത്തിൽ മുപ്പത്തടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതൊരു 4 സെന്റ് കോളനിയാണ്. കഴിയുന്നവരൊക്കെ ഇവരെ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും.